നമോ ഭഗവതേ വാസുദേവായ. ദശകം 6, ശ്ലോക 3. ഗ്രീവാമഹക മുഖം ച ജനക തപക തു ഫാലം ശിരക തവ സമസ്തമയസ്യ സത്യം. ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈഃ അപി അനൈഃ നിബദ്ധ വപുഷേ ഭഗവൻ നമസ്തേ. ഗ്രീവ കയുത്ത്, മഹഹ മഹർലോകം, തവ ഭഗവാന്റെ, മുഖം ഭഗവാന്റെ മുഖം, ച കൂടി, ജനഹ ജനർലോകം, തപഹ തപോലോകം, ഹു ഭഗവാന്റെ, ഫാലം നെറ്റിത്തടം, ശിരഹ ശിരസ്, തവ ഭഗവാന്റെ, സമസ്തമയസ്യ സർവസ്വരൂപനായിട്ടുള്ളവർ, സത്യം സത്യലോകം, ഏവം ഇങ്ങനെ, ജഗന്മയതനോ ജഗത് ശരീരൻ, ജഗദാശ്രിതൈഹി ലോകത്താലും മറ്റു വസ്തുക്കൾ ശരീരത്തിൽ, അപ്പി അവിടത്തെ, അനൈഹി അന്യതായിട്ടുള്ളത്, നിബദ്ധ കൽപ്പിക്കപ്പെട്ട്, വപുഷേ ശരീരം, ഭഗവൻ വിഷ്ണു, നമസ്തേ നമസ്കാരം. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തപസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം. ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപി അന്യർനിബദ്ധ വപുഷേ ഭഗവൻ നമസ്തേ. ഇവിടെ ഭഗവാന്റെ വിരാൾ സ്വരൂപ വർണ്ണനയാണ് പറയുന്നത്. അതിൽ ഭഗവാന്റെ കഴുത്ത്, അത് മഹർലോകത്തെ കുറിക്കുന്നു. അതുപോലെ ഭഗവാന്റെ മുഖം ജനർലോകത്തെയും കുറിക്കുന്നു. അതുപോലെ ഭഗവാന്റെ നെറ്റിത്തടം തപോലോകത്തെ കുറിക്കുന്നു. ഭഗവാന്റെ ശിരസ് സത്യലോകത്തെ കുറിക്കുന്നു. അങ്ങനെ സർവസ്വരൂപനായ ഭഗവാന്റെ ശരീരം, ലോകത്തിലെ മറ്റു വസ്തുക്കൾ എല്ലാം തന്നെ ഭഗവാന്റെ ശരീരത്തിലെ ഓരോ ഭാഗത്തെയും കുറിക്കുന്നു. അങ്ങനെ കൽപ്പിക്കപ്പെട്ട ഭഗവാന്റെ ശരീരത്തെ ഞാനിതാ നമസ്കരിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ.